തൃശൂർ കല്യാൺ ജുവല്ലറിയുടെ 1 കോടി രൂപയുടെ സ്വർണം കാറടക്കം കവർന്നതിന് പിന്നിൽ കോടാലി ശ്രീധരനോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. തെളിവായി പുറത്തുവന്നത് നിർണായക ദൃശ്യങ്ങൾ. കവർച്ച ആസൂത്രണം ചെയ്തതും സംഘത്തിലുള്ളവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയതും കോടാലിയുടെ അനുയായി നാണി എന്ന സൂചന. വിശദമായ അന്വേഷണത്തിന് തമിഴ്നാട് പോലീസ് കേരളത്തിലേക്ക്. ആഗോള ജുവല്ലറി ബ്രാൻഡായ കല്യാൺ ജുവല്ലേഴ്സിന്റെ 1 കോടി രൂപയുടെ സ്വർണം കാറടക്കം കവർന്ന സംഭവത്തിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. സ്വർണം കൊള്ളയടിച്ചതിന് പിന്നിൽ ഹവാല മാഫിയയ്ക്ക് ബന്ധമുണ്ടെന്ന വിവരമാണ് പുറത്തുവരുന്നത്. തൃശൂരിലെ ഹവാല രാജാവ് കൂടിയായ കോടാലി ശ്രീധരനാണ് സംഘത്തിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരം. കോയമ്പത്തൂരിന് സമീപം ദേശീയപാതയിലെ ചാവടിയിൽ വെച്ചാണ് സംഭവം നടന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിനു ലഭിച്ചു. പെട്രോൾ പമ്പിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലുമുള്ള CCTVകളിലാണ് ദൃശ്യം പതിഞ്ഞത്. ദേശീയപാതകളും ട്രെയിനുകളും കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന കോടാലി ശ്രീധരനും സംഘവുമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ദൃശ്യങ്ങളിൽ പതിഞ്ഞത് ശ്രീധരന്റെ പ്രധാന അനുയായി മലപ്പുറം വള്ളുവമ്പുറം സ്വദേശി നാണിയെന്ന് വിളിപ്പേരുള്ള ഷംസുദ്ദീനാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഹവാല, കുഴൽപ്പണം, കടത്തു സംഘങ്ങളെയും സ്വർണ്ണ വ്യാപാരികളെയും ആക്രമിച്ചു പണം തട്ടുന്ന സംഘത്തിലെ പ്രധാനിയായ ഇയാൾ മലപ്പുറത്ത് പോലീസുകാരനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ്. കവർച്ച ആസൂത്രണം ചെയ്തതും സംഘത്തിലുള്ളവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയതും ഇയാളാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. കോയമ്പത്തൂർ SP-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്നലെ രാവിലെ മലപ്പുറത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചതിലൂടെയാണ് CCTV ദൃശ്യം ഷംസുദ്ദീന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത്. അതേസമയം ദൃശ്യങ്ങളിൽ പതിഞ്ഞ മറ്റൊരാളെ തിരിച്ചറിയാനായിട്ടില്ല. റോഡിലേക്കിറങ്ങിയവരിൽ 3 പേർ മുഖം മൂടി ധരിച്ചിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച മൊഴി. കേരളത്തിൽ സമാനമായ കവർച്ചകൾ നടന്ന പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള അന്വേഷണ സംഘം എത്തി. ഇവിടങ്ങളിലെ സ്റ്റേഷനുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. കേരള പോലീസിന്റെ കൂടി സഹായത്തോടെ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ശ്രമമെന്ന് തമിഴ്നാട് പോലീസ് അറിയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് വാളയാറിനും കോയമ്പത്തൂരിനുമിടയിലുള്ള ചാവടിയിൽ കല്യാൺ ജുവല്ലറിയുടെ കാർ ആക്രമിച്ച് ഡ്രൈവർമാരെ മർദ്ദിച്ച് റോഡിൽ തള്ളി കാറും സ്വർണവും കവർന്നത്. പിന്നീട് ജുവല്ലറിയുടെ കാർ കോയമ്പത്തൂർ ഇമുനാരി അൻപുനഗറിലും ആക്രമികൾ സഞ്ചരിച്ച വാഹനങ്ങളിലൊന്ന് കറുപ്പൻകരയിലും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കോയമ്പത്തൂർ SP-യുടെ പ്രത്യേക അന്വേഷണ സംഘം തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ തിരച്ചിൽ ആരംഭിച്ചു. കവർച്ചക്കാർ തട്ടിയെടുത്ത കാർ മധുക്കര സ്റ്റേഷൻ പരിധിയിലെ കറുപ്പൻകര എന്ന സ്ഥലത്തു നിന്നും കണ്ടെടുത്തു. കോടാലി ശ്രീധരൻ പ്രതിയായിട്ടുള്ള സമാന കേസുകളിൽ തട്ടിയെടുത്ത വാഹനങ്ങൾ ഇവിടെയായിരുന്നു ഉപേക്ഷിച്ചിരുന്നത്. ആഗോള ജുവല്ലറി ബ്രാൻഡായ കല്യാൺ ജുവല്ലേഴ്സിന്റെ 1 കോടി രൂപയുടെ സ്വർണം കാറടക്കം കവർന്ന സംഭവത്തിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. സ്വർണം കൊള്ളയടിച്ചതിന് പിന്നിൽ ഹവാല മാഫിയയ്ക്ക് ബന്ധമുണ്ടെന്ന വിവരമാണ് പുറത്തുവരുന്നത്. തൃശൂരിലെ ഹവാല രാജാവ് കൂടിയായ കോടാലി ശ്രീധരനാണ് സംഘത്തിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരം.